ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ അച്ചുവച്ചിയുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങിക്കാൻ വന്നതാണ്. നമ്മളൊരു ½ kg കേക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കേക്ക് നമ്മൾ വാങ്ങിച്ചാലും വേസ്റ്റ് ആകുവാണ് കൂടുതലും, അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അപ്പൊ ½ kg കേക്ക് വാങ്ങിക്കാന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വന്നതാണ്. ബർത്ത്ഡേ ആകുമ്പോൾ എന്തായാലും കേക്ക് മസ്റ്റ് ആണല്ലോ, കേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കേക്കും വാങ്ങിച്ചു, ഒരു പോപ്പറും സ്നോ സ്പ്രേ ഒക്കെ വാങ്ങിച്ച് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. അച്ചേച്ചിയുടെ കല്യാണത്തിന് മുന്നേ ഉള്ള ബർത്ത്ഡേ എന്താണ് ഇവർ ലാസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അച്ചേച്ചി അങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർച്ചന എന്നോട് പറഞ്ഞത്. ആ ഒരു അറിവേ എനിക്കുള്ളൂ. അർച്ചനയുടെ ചേച്ചിയാണ് അച്ചേച്ചി. പക്ഷെ നമ്മളിപ്പോ എല്ലാരും ഒരു ഫാമിലി പോലെ തന്നെയാണ്. അങ്ങനെ വേർതിരിവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എപ്പോഴും വന്നും പോയി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഉള്ള ആൾക്കാരായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള. അങ്ങനെ ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ചേച്ചിനെ വിളിച്ച് ഉണർത്തി പോപ്പറൊക്കെ പൊട്ടിച്ച് അപ്പൊ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് എന്തായാലും നല്ല സർപ്രൈസ് ആയിരുന്നു. അവൻ ആ പോപ്പർ പൊട്ടിയതിൽ അവൻ ഇച്ചിരി പേടിച്ച് നിൽക്കുമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അച്ചു ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഷൂ വേണ്ട, റിസ്ക് എടുക്കണ്ട. ഓ സീൻ പോയി. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞത് എല്ലാവർക്കും ചേച്ചി കേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മള് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് അങ്ങനെയാണല്ലോ, നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നാണല്ലോ. അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് അതിനിടയ്ക്ക് ചേച്ചിയുടെ മുഖത്തൊന്ന് സ്നോ സ്പ്രേ അടിച്ചത് കറക്റ്റ് ആയിട്ട് ചേച്ചിയുടെ കണ്ണി തന്നെയാണ് കൊണ്ടത്. അപ്പം അത്യാവശ്യം നല്ലപോലെ നീറ്റിലുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു, അതങ്ങ് പെട്ടെന്ന് തന്നെ മാനേജ് ആയി പോയി. കേക്ക് ബർത്ത്ഡേ ആകുമ്പോ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അങ്ങനെ അച്ചേച്ചിയുടെ ഗിഫ്റ്റ് കൊടുത്ത്. പക്ഷെ അച്ചേച്ചിക്ക് കൊടുത്ത ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അതൊന്ന് ഗസ് ചെയ്ത് നോക്കാനായിരുന്നു. എന്തായാലും നമ്മൾ ചേച്ചിയുടെ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ അത് തുറക്കുന്നതിന് തന്നെ ചേച്ചി അതൊന്ന് എന്തായിരിക്കും എന്ന് പറയാനായിട്ട്. ചേട്ടൻ അടുത്തേക്ക്, ചേട്ടനെ കാണുന്നില്ല. ഗസ് ചെയ്യുക. അടുത്ത ഗസ് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് തുറ. ഓക്കെ, തുറന്നു നോക്ക്. ചേച്ചിയുടെ ഒരു ഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോക്സ് കണ്ടപ്പോ തന്നെ ചേച്ചിക്ക് എന്തായാലും മനസ്സിലായി. എന്തായാലും കമ്മലല്ല, ഒന്നെങ്കിൽ മോതിരം അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലയോ ചെയിനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളതായിരുന്നു ചേച്ചിയുടെ ഒരു ഒപ്പീനിയൻ. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. ചേച്ചിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റ് കൊലുസായിരുന്നു. അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് ചേച്ചിക്ക് കിട്ടാനുള്ള ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് അപ്പൊ അത് നമ്മള് ബാക്കിയുള്ളവർ കേക്ക് ഷെയർ ചെയ്യണമല്ലോ. അതിന് കേക്ക് മുറിക്കാനായിട്ട് ഈ പമ്മി നിൽക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സ്നോ സ്പ്രേ ആക്ച്വലി തീർന്നിട്ടില്ല. അപ്പൊ അതിന് അടുത്തത് ആർക്ക് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഇതേ കേക്ക് മുറിച്ചോണ്ട് നീര് ഓടുന്നത്. കേക്ക് വേണേ തന്നെ സ്നോ സ്പ്രേ അടിക്കുമെന്നുള്ള പേടിയും ഉണ്ട്. അങ്ങനെ ഒരു കണക്കിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിന്നതാണ്. പക്ഷെ എല്ലാ കണക്കൂട്ടലിലും തെറ്റിപ്പോയി. രണ്ടാമത് പീസ് കേക്ക് എടുത്തോണ്ട് ഓടി. അത് കഴിഞ്ഞ് നീരുവിനെ നല്ല ബേഷ കിട്ടിയിട്ടുണ്ട്. പാവം കണ്ണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണോന്നറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. കാരണം ഇത് ആക്ച്വലി ഒരു ഫോമി എഫക്റ്റ് അല്ലേ. അപ്പൊ കണ്ണിൽ പോകുമ്പോൾ നമുക്ക് നല്ല നീറ്റലുണ്ടായിരുന്നു. അവൾ അതൊരു കണക്കിന് എല്ലാം റിമൂവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി കിട്ടിയത് അഞ്ജലിക്കായിരുന്നു. അഞ്ജലിയുടെ ഫേസിലും മേത്തും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. ഫുഡ് നമ്മൾ മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അൽഫാം മന്തി ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഷെയർ ചെയ്തു. നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇരുന്ന് കഴിച്ച്, നമ്മളെല്ലാം ഷെയർ ചെയ്ത് അവർക്കുള്ളത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇരുന്ന് കഴിച്ച്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പാട്ടിലേക്കാണ് ഗേസ് കടന്നത്. വിണ്ണിൽ
അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇന്ന് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമാൻ താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ളൊരാ ചെലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാതേ കഥ കേട്ടു മെല്ലെ മിഴി കൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് കുഞ്ഞെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയായി നീ എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ സാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റില്ലേ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ വിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും കൂടും നിരുത്തകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞു വരും നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മതി തരും കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ വിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് കുഞ്ഞെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നു വാ തലകളെ ഇവളുമാർ ഇത്ര നന്നായിട്ട് പാട്ട് പാടുമെന്നുള്ളത് ഇവളുമാർ ഈ പാട്ട് പാടുന്നത് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഗൈസ്. പക്ഷെ സംഭവം എന്തായാലും പൊളിച്ച്. വീണകൾ മുഴുപാടികൾ മതമൊടുത്തിൽ വടി തൊഴുകെട്ട് ചുഴി ചേരണ മലിബോടതിൽ അൻപതമൽ മതിമുഖി മമ സഖിമയുടെ സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക ദേവി മംഗളാരവം വെൺപുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞുരുകിയ മൺചിമിഴിലെ മന്ദഹാസദീപ്തി
അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിത് നേരെ ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ ഉള്ളതാണ് പാതിരാത്രിയിൽ ഒരു ചായ കുടി. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടെ സെറ്റായിട്ട് ഇറങ്ങി. നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളെണ്ണം കൂടുതലുണ്ട്, പക്ഷെ വണ്ടി നമുക്ക് കറക്റ്റായിട്ടില്ല. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ നേരെ അധികം പ്ലാൻ ചെയ്യാതെ തന്നെ നമ്മൾ നേരെ അങ്ങ് ഇറങ്ങി. നമ്മൾ നേരെ പോണത് നമ്മുടെ പൂക്കയിലോട്ടാണ്. പൂക്ക നമ്മുടെ സ്ഥിരം ഒരു ചായ സ്പോട്ടാണ്. അങ്ങനെ നേരെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. നമ്മൾ ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു 2-3 മണി പരുവായിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നല്ല തിരക്കായിരുന്നു. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എല്ലാവരും അവിടെ ഇരുന്ന് പാട്ടുപാടിയും ഡാൻസ് കളിച്ചൊക്കെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും നമ്മൾ ആക്ച്വലി ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ നമ്മൾ അത്യാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെയാണ് നമുക്ക് നാളെയുള്ള പ്യുവർ മെമ്മറീസ് എന്ന് പറയുന്നത്. കുറേ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ കുറേ നല്ല മൊമെന്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ മറന്നു പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ചായ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും നീരും ആക്ച്വലി ബിരിയാണി ചായയുടെ ആൾക്കാരാണ്. ബാക്കി ഇവർക്ക് എല്ലാവർക്കും കട്ട മതിയായിരുന്നു. ഞങ്ങൾ മാത്രമേ ബിരിയാണി ചായ വാങ്ങിച്ചുള്ളൂ. അത് നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 മണി ആ ഒരു ടൈമിംഗ് എങ്കിലും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവനും നമ്മളോട് സഹകരിച്ച് നിന്ന് ഉറങ്ങാതെ, ആൾക്ക് ഉറക്കം വരുന്നുണ്ട് എന്നിട്ട് നിന്ന്. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.